കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന വാഹനം സ്വകാര്യ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചതായി ആരോപിച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി നൽകിയ പരാതിയിൽ വിശദീകരണവുമായി കൊച്ചി നഗരസഭ രംഗത്ത്. വാഹനം നിലവിൽ നഗരസഭയുടെ യാർഡിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതിനാലും ഹൈഡ്രോളിക് പണി തീർക്കാനുള്ളതിനാലുമാണ് നിരത്തിലിറക്കാത്തതെന്നും കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന വാഹനം സ്വകാര്യ വർക്ക്ഷോപ്പിൽ ഒളിപ്പിച്ചുവെച്ച് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നുണ്ടായ പരാതിയിൽ വിശദീകരണവുമായി കൊച്ചി നഗരസഭ. വാഹനം നിലവിൽ നഗരസഭയുടെ യാർഡിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതിനാലും ഹൈഡ്രോളിക് പണി തീർക്കാനുള്ളതിനാലുമാണ് നിരത്തിലിറക്കാത്തതെന്ന് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയുടെ മറുപടിയിലായിരുന്നു വിശദീകരണം നൽകിയത്. വാഹനത്തിന്റെ ഫിറ്റ്നസ് ടെസ്റ്റ് കാലാവധി 2025 നവംബറിൽ അവസാനിച്ചതാണെന്നും ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ വിവിധ വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെടേണ്ടി വന്നതിനാലാണ് ഫിറ്റ്നസ് എടുക്കാൻ 3 മാസത്തെ കാലതാമസം ഉണ്ടായതെന്ന് കോർപ്പറേഷൻ അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.